എല്ലാവർക്കും നമസ്കാരം. ആർട്ടൂസിൽ നിന്ന് റിയൽറ്റർ ഏജൻസ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ പ്രോപ്പർട്ടി നമ്മൾ സെല് ചെയ്യാനായിട്ട് വന്നിട്ട് സെല് ചെയ്യാണ്ടുമ്പോൾ നമ്മൾ പല ഏജൻസിനെ സമീപിച്ച് നമ്മൾ പറയും ഇങ്ങനെ പ്രോപ്പർട്ടി നമ്മൾ സെല് ചെയ്യാനുണ്ട്, അപ്പം അത് സെല് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മൾ പറയും വില പറയത്തില്ല. ആ വില പറയാത്തതെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിലുള്ള ഒരു ട്രെൻഡിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആ ഏജൻസിനോട് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഏജൻസിയുള്ള എൻ്റെ പ്രോപ്പർട്ടി വിൽക്കാണ്ട് ആളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കാണിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും പറഞ്ഞു വിടുക. എന്നിട്ട് ഞാൻ ആ സമയത്ത് നിങ്ങൾ ആളെ കൊണ്ടുവരുമ്പോൾ പ്രോപ്പർട്ടി കാണിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് തരാമെന്ന് പറയും. പക്ഷേ നമ്മളൊരു ചാൻസ് കൊടുക്കണം. അതായത് ഈ റിയൽറ്റർ, അതായത് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിന് അവർക്ക് പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് കിട്ടേണ്ട വില ഇതാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും പറഞ്ഞു കൊടുക്കണം. അവർ ആ പ്രോപ്പർട്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് വേറെ ആളോട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവരും എന്താണെന്ന് വെച്ചാൽ അവർ മാർക്കറ്റിൽ കാണുന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്ന് ഈ പ്രോപ്പർട്ടി കാണിക്കും. അവർക്ക് ഒരു വിലയുടെ ധാരണ ഉണ്ടാവത്തില്ല. ആക്ച്വലി പ്രോപ്പർട്ടി വേണ്ട ആൾക്കാരല്ലായിരിക്കും വരുന്നത്, വന്നിട്ട് നമ്മൾക്ക് കൊടുക്കേണ്ട ആൾക്കാരായിരിക്കും. ഈ പ്രോപ്പർട്ടി വേണ്ടാത്ത ആൾക്കാർ നമ്മുടെ ആൾക്കാർ വന്ന് വെറുതെ കയറി ഇറങ്ങിപ്പോയി നമ്മുടെ മനസ്സ് മടുപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, പ്രോപ്പർട്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ളൊരു മുഖ്യമായിട്ടുള്ള ധാരണ നമുക്ക് വേണം. അത് നമ്മുടെ ഒരു റിയൽറ്ററിനെയോ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ നമ്മൾ സമീപിക്കുമ്പോൾ അവരുടെ എല്ലാ ഡീറ്റെയിൽസും പറയണം. ഇതിൻ്റെ അതിര് ഇന്നതാണ്, ഇത്ര വർഷം പഴക്കമുണ്ട് ബിൽഡിങ്, എൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് പഠിക്കാനുള്ള അവസരം കൊടുത്താൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയെ വിൽക്കാൻ സാധിക്കത്തുള്ളൂ. എന്നിട്ട് അപ്പോൾ ഇനിയുമുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപകാരപ്രദമുള്ള വീഡിയോകൾക്ക് ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.